ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉച്ചയോടടുത്ത സമയത്ത് കുമരകം കവലയിൽ, കോട്ടയം ജില്ലയിലെ കുമരകത്ത് ഞങ്ങൾക്ക് വരുവാനും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും, നമ്മളെല്ലാം അറിയുന്നത് പോലെ മനുഷ്യൻ വളരെ കഷ്ടത്തിലും പ്രതികൂലത്തിലും ലഹരി മരുന്നുകൾക്കെല്ലാം അടിമപ്പെട്ട് പലവിധ അനിഷ്ട സംഭവം കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുമ്പോൾ, ദേശങ്ങളൊക്കെയും അത് വളരെ ദുഃഖത്തിലും വേദനയിലും കടന്നു പോകുമ്പോൾ, ഇതുവരെയും കേൾക്കാത്ത വാർത്തകളുമായിട്ട് തലമുറകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏതൊരു മനുഷ്യനെയും ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന സന്ദേശമാണ് യേശുവിൻ്റെ വചനം, സുവിശേഷം. സുവിശേഷം ആരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെല്ലാം കുടുംബങ്ങൾ സുവിശേഷം കേട്ട് അത് അനുഗമിക്കാൻ തയ്യാറായിട്ടുണ്ടോ ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെല്ലാം ദേശങ്ങൾ സുവിശേഷത്തിന് വേണ്ടി തുറന്നിട്ടുണ്ടോ ആ ദേശമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ പ്രശ്നം, മനുഷ്യന്റെ പ്രശ്നം, അവന് പണമില്ലാത്തതല്ല, പദവിയില്ലാത്തതല്ല, സ്ഥാനമാനങ്ങളില്ലാത്തതല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല, അവന് കുടികൊള്ളുന്ന പാപമത്രേ. സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മനുഷ്യൻ ഓടി ഒളിച്ചുകൊണ്ട് സ്വയത്തിൽ ഓടി നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏക രക്ഷാമാർഗം കർത്താവായ യേശു ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ ഒരു ജാതിയുടെയല്ല, ക്രിസ്ത്യാനിയുടെയല്ല, ഈ ലോകത്തിന്റെ മുഴുവനും പാപത്തിൽ മുങ്ങിത്താണ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനായി കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. പാപമില്ലാത്തവൻ പാപത്തിന്റെ ശിക്ഷ മുഴുവനും കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് എനിക്ക് പകരമായി, താങ്കൾക്ക് പകരക്കാരനായി മരിച്ചു. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം, നിത്യജീവന് യേശു ഒരുക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോകത്തുള്ള മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് പണം കൊടുത്ത് അതേ മോക്ഷം പ്രാപിക്കാമെന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവൃത്തികളും കാരണമല്ല. അത് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടൊന്നും നമുക്ക് പാപമോചനം നേടാൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്നെത്തുവാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും യേശു ക്രൂശിലുള്ള യാഗത്താൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന് അത് യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. വചനം പറയുന്നു, യേശുവിനെ കണ്ടിട്ട് അന്നത്തെ പ്രവാചകനായിരുന്ന സ്നാപയോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ, ഒട്ടനവധി കർമാദികളെല്ലാം ചൊല്ലി അത് മുന്നോട്ട് പോകുമ്പോൾ, യാഗങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോകുമ്പോൾ, തിരുവചനം നമ്മളെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, അത് സൗജന്യമായി നമുക്ക് രക്ഷ പ്രാപിക്കാം, നിത്യജീവൻ പ്രാപിക്കാം, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. അതിനു വേണ്ടി ഒരു നേർച്ച കാഴ്ചകളൊന്നും ആവശ്യമില്ല. യേശുവിലെ വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. ആ യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയി. താൻ പോയപ്പോൾ പറഞ്ഞു, താൻ വിശ്വസിക്കുന്നവരെ ചേർപ്പാനായിട്ട് വീണ്ടും വരും.